കേരള ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചു. 40 രൂപയായിരുന്ന പ്രതിവാര ടിക്കറ്റുകളുടെ വില 50 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. സമ്മാനത്തുകയിലും വർധനയുണ്ട്. 75 മുതൽ 80 ലക്ഷം വരെയായിരുന്ന ഒന്നാം സമ്മാനം 1 കോടി രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, സമ്മാനത്തുകയിലും വർധനയുണ്ട്, ടിക്കറ്റ് നിരക്കിലും വർധനയുണ്ട്. എന്നു മുതലാണിത് പ്രാബല്യത്തിൽ വരിക? മാധു, ഭാഗ്യപരീക്ഷണത്തിന് ചെലവേറുകയാണ്. അതായത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പ്രതിദിന ലോട്ടറികൾ, അത് 6 പ്രതിദിന ലോട്ടറികളാണ് ഈ പ്രധാനമായും ഉള്ളത്. 7 എണ്ണമാണുള്ളത്. ഒരു ആഴ്ചയിൽ 7 ദിവസവും പ്രതിദിന ലോട്ടറികളുണ്ട്. അപ്പോൾ 7 ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെയും നിരക്ക് കൂടിയാണ്. അതിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ഇപ്പോൾ 50 രൂപ നിരക്കുള്ളത്, 50-50ക്ക് മാത്രം. ബാക്കി 6 എണ്ണത്തിനും നിലവിൽ 40 രൂപയാണ് ടിക്കറ്റിൻ്റെ നിരക്ക്. അത് 50 രൂപയാക്കി ഉയർത്താനുള്ള വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. മാർച്ച് മാസം 29 ഡേറ്റിട്ടുള്ള വിജ്ഞാപനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൽ വ്യക്തമായി പറയുന്നത് 3 ലോട്ടറികളുടെ കാര്യമാണ്, ടിക്കറ്റുകളുടെ കാര്യമാണ്. ഒന്ന്, ചൊവ്വാഴ്ച നറുക്കെടുക്കുന്ന സ്ത്രീശക്തി, ഇതിന് 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 75 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം. ഇതിന് 40 രൂപ എന്നത് 50 രൂപയാകും. ഒപ്പം ടിക്കറ്റ് നിരക്ക് ഒന്നാം സമ്മാനം 75 ലക്ഷം എന്നത് 1 കോടി രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ 2 ടിക്കറ്റുകൾ, അതായത് കാരുണ്യ പ്ലസ്, വ്യാഴാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസിന് 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 80 ലക്ഷം രൂപയാണ് നിലവിൽ ഒന്നാം സമ്മാനം. ഇത് 1 കോടി രൂപയാകുന്നു. ശനിയാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ, ഇത് 40 രൂപ ടിക്കറ്റ് നിരക്ക്, അത് 80 ലക്ഷം എന്നുള്ളത് 1 കോടിയാകുന്നു. ടിക്കറ്റ് നിരക്ക് 50 രൂപയാകുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഈ മറ്റ് 6 എണ്ണത്തിനും, അതായത് 40 രൂപ ടിക്കറ്റ് നിരക്കുള്ള മറ്റ് ടിക്കറ്റുകൾക്കെല്ലാം തന്നെ, ഭാഗ്യക്കുറികൾക്കെല്ലാം തന്നെ നിരക്ക് 50 രൂപയിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഈ വർധന ഏപ്രിൽ മാസത്തിൽ തന്നെ നടപ്പാക്കും. നമുക്ക് വളരെ നിസ്സാരമായി തോന്നാം. അതായത് ടിക്കറ്റ് എടുക്കുന്നത്, ഇപ്പോൾ പ്രതിദിന ലോട്ടറി, ഇത് 40 രൂപയുടെ ടിക്കറ്റാണ്, നിർമ്മൽ ലോട്ടറിയാണ്. ഈ ടിക്കറ്റ് ഒരാൾ വന്ന് ഒരെണ്ണമല്ല എടുക്കുക. അതായത് 10 എണ്ണം എടുക്കുമ്പോൾ 10 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരാൾക്ക് 100 രൂപയുടെ വർധനയാണ്, അതായത് ചിലവാണ് അധികമായി ഉണ്ടാകുന്നത്. ഏതായാലും ഭാഗ്യക്കുറി ഏജൻസിയിൽ തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ നിരക്ക് വർധന നടപ്പാകുമ്പോൾ, ഇപ്പോൾ ഈ മാസം തന്നെ അത് പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ 40 രൂപയുടെ ടിക്കറ്റ് നിരക്കുള്ളൂ. പ്രാബല്യത്തിൽ വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ലോട്ടറി വിപണിയെ ബാധിക്കുക? നമുക്കിപ്പം നിലവിൽ 50 രൂപ ടിക്കറ്റ് എന്ന് പറയുന്നത് ബുധനാഴ്ചത്തെ 50-50 മാത്രമാണുള്ളത്. അപ്പോൾ അത് സാധാരണ മറ്റ് ടിക്കറ്റുകളെ അപേക്ഷിച്ച് 50-50ക്ക് പൊതുവെ ടിക്കറ്റ് കച്ചവടം കുറവാണ്. അതായത് 10 രൂപ കൂടുതലായതുകൊണ്ട്, 10 രൂപ കൂടുതലായതുകൊണ്ടും പിന്നെ ഈ 50-50ക്ക് പ്രൈസ് കുറവാണ് പൊതുവെ. അതുകൊണ്ട് തന്നെ കച്ചവടം പൊതുവെ കുറവാണ്. പക്ഷേ ഇനി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എല്ലാ ടിക്കറ്റുകളും 50 രൂപ പ്രൈസാക്കിക്കൊണ്ട് 1 കോടി, എല്ലാത്തിനും 1 കോടി ഒന്നാം സമ്മാനം. ഇപ്പോൾ 3 എണ്ണത്തിന്റെ വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാം അങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എല്ലാ ടിക്കറ്റിനും പ്രപ്പോസലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രപ്പോസലാണ് പോയിരിക്കുന്നത്. 50-50 1 കോടിയാണ് ഫസ്റ്റ് പ്രൈസ്. അതുപോലെ തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ടിക്കറ്റിനും ഫസ്റ്റ് പ്രൈസ് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ടിക്കറ്റിന്റെ പ്രൈസിന്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രൈസ് ഘടന ഞാൻ വായിക്കും. ഇപ്പോൾ 1 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പോൾ പ്രതിദിന ലോട്ടറി ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് ദിവസവും 5000 രൂപയെങ്കിലും സമ്മാനം അടിക്കുന്നതിന് വേണ്ടിയാണ്. ഈ 5000 നറുക്ക് ഡ്രോൺ 18 തവണ നറുക്കെടുക്കും എന്ന് പറഞ്ഞാൽ, അതായത് നിലവിലും അത്ര തന്നെയല്ലേ? അപ്പോൾ അത് കുറച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നതിൽ കാര്യമുണ്ട്. ആക്ഷേപം നമുക്കിത് ഇപ്പോൾ എങ്ങനെ അത് ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ടിക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് 20-ാം തീയതിയോട് കൂടിയൊക്കെ ഇറങ്ങുമെന്ന്, ഈ മാസം 20-ാം തീയതി കൂടി ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് പൊതുവെ എങ്ങനെ ബാധിക്കുമെന്ന്, കച്ചവടത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റും. നിലവിൽ ലോട്ടറി ടിക്കറ്റിന്റെ ഏറ്റവും കുറഞ്ഞ സമ്മാനം എന്നുള്ളത് 100 രൂപയാണ്. അത് ഇപ്പോൾ 50 രൂപ ആക്കിയിട്ടുണ്ട്. അതായത് അവസാന 4 ഡിജിറ്റ് 240 തവണ ഡ്രോ ചെയ്യുന്നതിന് 50 രൂപയാണ് സമ്മാനമായി കിട്ടുന്നത്. അതായത് ആയതുകൊണ്ട് 50 രൂപ പ്രൈസും കൂടെ, ലാസ്റ്റ് പ്രൈസും കൂടെ കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനം. ആകർഷണമാണോ? അതൊന്നും ആകർഷണമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പൊതുവെ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രൈസ്, ടിക്കറ്റിൻ്റെ വില കൂട്ടുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 5000-ൻ്റെയൊക്കെ പ്രൈസുണ്ട്. 5000-ൻ്റെയൊക്കെ പ്രൈസ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സെയിൽസിനെ ബാധിക്കും. ഇപ്പോൾ ഒരു കൂടുതലും 12 ടിക്കറ്റ് സെയിം എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ സെയിമാണ്, 12 ടിക്കറ്റ്. ആ 12 ടിക്കറ്റ് 60,000 രൂപ കിട്ടും. അപ്പോൾ ഈ 5000-ൻ്റെയൊക്കെ പ്രൈസ് ഘടന കൂട്ടി, അതുപോലെ 2000-ൻ്റെ, 1000-ൻ്റെയൊക്കെ, 500-ൻ്റെയൊക്കെ പ്രൈസ് ഘടന മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ 50 രൂപ വർധനവ് എന്ന് പറയുന്നത് വലുതായിട്ട് ബാധിക്കത്തില്ല. വേറെ ആളോട് ചോദിക്കാം, ഈ ടിക്കറ്റിന്റെ നിരക്ക് കൂടാൻ പോവുകയാണ്. ഇപ്പോൾ 3 ടിക്കറ്റുകൾ, ഇപ്പോൾ
സ്ത്രീശക്തിയുടെയും അതുപോലെ തന്നെ കാരുണ്യയുടെയും കാരുണ്യ പ്ലസിന്റെയും നിരക്കുകൾ കൂടിയുള്ള വിജ്ഞാപനം ഇറങ്ങി. 40 50 ആയി. 3 മാത്രമല്ല, മൊത്തമായിട്ട് ഒരു 50 രൂപ ആക്കാനുള്ള പരിപാടിയാണ് പോകുന്നത്. 50 രൂപ പരിപാടി നടത്തുക എന്നതാണ് ലക്ഷ്യം. കാരണം സാധാരണക്കാരെ കൊണ്ട് എല്ലാ പ്രൈസ് അടിക്കുന്നവരുണ്ട്, അടിക്കാത്തവരുണ്ട്. 10-50 ടിക്കറ്റ് എടുക്കുന്നവർക്കൊന്നും കിട്ടാറില്ല. ചിലപ്പോൾ 5 10 എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ പ്രൈസ് കിട്ടാറില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിക്ക് ടിക്കറ്റ് കിട്ടുന്നു. നമ്മൾ ചില്ലറ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ഓടി വന്നു ഒരു 30 ടിക്കറ്റോ 25 ടിക്കറ്റോ ചോദിച്ചോ ഇവിടെ ഒരിടത്തും കിട്ടാറില്ല. വന്ന് ബാക്കിയുള്ളവരായിട്ട് ഈ പുറത്തു നിന്ന് വരുന്നവർ സെറ്റായിട്ട് മൊത്തം കെട്ടിക്കൊണ്ട് പോവുക. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെയിലിനെ ബാധിക്കുമോ? എങ്ങനെയാണ് സെയിലിനെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിലിനെയും കൂടി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരത് തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഈ ലോട്ടറി ഡയറക്ടറേറ്റ് എല്ലാം വിശദീകരിക്കുന്നത് പ്രതിദിന ലോട്ടറികൾ ഒരെണ്ണം പോലും, അതായത് അടിക്കുന്ന മുഴുവൻ ടിക്കറ്റുകളും വിറ്റ് പോകുന്നു എന്നാണ്. അതേസമയം തന്നെ ഇതുപോലുള്ള ചെറുകിട ലോട്ടറി കച്ചവടക്കാർ പറയുന്നത് അവർക്ക് ടിക്കറ്റ് വാങ്ങാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വാങ്ങാൻ കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ സമ്മാന ഘടന മാറ്റുമ്പോൾ കൂടുതൽ സമ്മാനം ആളുകളിലേക്ക് എത്തും, അപ്പോൾ കൂടുതൽ വിൽപ്പന നടക്കും എന്നതാണ് എന്നതുകൂടി കണക്കിലെടുക്കുന്നത്. ഏതായാലും സമ്മാന ഘടന മാറ്റുമ്പോൾ കൂടുതൽ ആകർഷണീയമാകും. ഒപ്പം തന്നെ ഈ കുറഞ്ഞ 100 രൂപയാണ് ഏറ്റവും കുറഞ്ഞ സമ്മാന നിരക്കായിരുന്നത്. അതിപ്പോൾ 50 രൂപയാക്കുമ്പോൾ കൂടുതൽ പേര് ആകർഷിക്കുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ ലോട്ടറി ഡയറക്ടറേറ്റും നികുതി വകുപ്പും എല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ തൊട്ടു മുമ്പ് സംസാരിച്ച ലോട്ടറി വിൽപ്പനക്കാർ പറയുന്ന ഒരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കണം. പ്രതിദിന ലോട്ടറി ഏറ്റവും കൂടുതൽ പേർ എടുക്കുന്നത് 40 രൂപ മുടക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം 5000 രൂപ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ടിക്കറ്റ് എടുക്കുമ്പോൾ 5000 രൂപ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കണ്ട് ടിക്കറ്റ് എടുക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ 5000 എന്ന സമ്മാന ഘടനയിൽ വർധന വരുത്തിയിട്ടില്ല. 18 തവണ, അതായത് അത് നേരത്തെ എത്ര സമ്മാനമായിരുന്നു ഉണ്ടായിരുന്നത് അത്ര തന്നെ ഇപ്പോഴും ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം മുഴുവൻ ടിക്കറ്റുകൾ, ഈ ആഴ്ചയിലെ എല്ലാ ടിക്കറ്റുകൾക്കും അന്നത്തേക്കുള്ള ഒരു കണക്കാണ് എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്നവരുടെ മനക്കണക്കിലുള്ളത് എന്നുള്ളതാണ്. അത് ടിക്കറ്റ് നിരക്ക് വർധന വന്നാലും എന്ത് തന്നെ വന്നാലും ഈ ഭാഗ്യം പരീക്ഷിക്കുന്ന ആളുകളുടെ ഒരു വിഭാഗം അത് അങ്ങനെ തന്നെ ഉണ്ടാകും. എന്തായാലും അത് വിപണിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.